+2 ഇംഗ്ലീഷ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന ഡോക്ടർ ഹാഡിൻ ബി ജോൺസ് എഴുതിയിട്ടുള്ള ഒരു എസ്സേയാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ മുകളിൽ പറയുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. യു ഹാവ് നൗ അണ്ടർസ്റ്റുഡ് ദ ഏജൻസി ഓഫ് ദ ടാസ്ക് ടു പ്രൊട്ടക്ട് ദ വേൾഡ് അറൗണ്ട് അസ്. ഇപ്പോൾ നിങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. വിൽ ദീസ് എലോൺ സഫേസ്? ഇത് മാത്രം മതിയാവുമോ? ടു സഫേസ് എന്ന് പറഞ്ഞാൽ മതിയാവുക. അപ്പോൾ ഇത് മാത്രം മതിയാവുമോ എന്നാണ് ചോദിക്കുന്നത്. Can a society thrive without ensuring that the individuals maintain a healthy lifestyle? Thrive എന്ന് പറഞ്ഞാൽ to become and continue to be successful, strong, healthy, etc. അപ്പോൾ ഒരു സമൂഹത്തിന് വിജയകരമായിട്ട് ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നേറാൻ സാധിക്കുമോ? വിത്തൗട്ട് എൻഷുറിങ് ദാറ്റ് ദി ഇൻഡിവിജ്വൽസ് മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അതിലുള്ള ഓരോ വ്യക്തികളും ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നിലനിർത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താതെ ഒരു സമൂഹത്തിന് വിജയകരമായിട്ട് മുന്നേറാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. വോണ്ട് ലൈഫ് ഇറ്റ് സെൽഫ് ബി ഇൻ ജെപ്പഡി ഇഫ് ഇൻഡിവിജ്വൽസ് സറണ്ടർ ദംസെൽവ്സ് ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അഡിക്ഷൻ? ഇൻ ജെപ്പഡി എന്ന് പറഞ്ഞാൽ അതൊരു ഇഡിയമാണ്. ഇൻ എ ഡേഞ്ചറസ് പൊസിഷൻ ഓർ സിറ്റുവേഷൻ ആൻഡ് ലൈക്ലി ടു ബി ലോസ്റ്റ് ഓർ ഹാംഡ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ജീവിതം തന്നെ അപകടത്തിൽ ആവുകയില്ലേ? ഇഫ് ഇൻഡിവിജ്വൽസ് സറണ്ടർ ദംസെൽവ്സ്. സറണ്ടർ എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക. ഓരോ വ്യക്തിയും കീഴടങ്ങുകയാണെങ്കിൽ, സ്വയം കീഴടങ്ങുകയാണെങ്കിൽ, ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അഡിക്ഷൻ, വ്യത്യസ്ത രീതിയിലുള്ള അഡിക്ഷന് ഓരോ വ്യക്തിയും കീഴടങ്ങുകയാണെങ്കിൽ ജീവിതം തന്നെ അപകടത്തിലാവുകയില്ലേ? നൗ റീഡ് ഓൺ. ഇനി നിങ്ങൾ തുടർന്ന് വായിക്കുക. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഡ്രഗ് എന്ന് പറഞ്ഞാൽ മരുന്ന്, മയക്കുമരുന്നിന് ഡ്രഗ് എന്ന് പറയും. അതേപോലെ തന്നെ നമ്മുടെ സാധാരണ മരുന്നുകൾക്കും ഡ്രഗ് എന്ന് പറയും. അപ്പം മരുന്നുകളുടെ അതല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെ ദുരുപയോഗത്തിൻ്റെ അപകടങ്ങൾ, അതിനെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. Drugs have been discovered to prevent and cure physical diseases and reverse the disturbances that occur in some mental illness. അപ്പോൾ മരുന്നുകൾ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്? ടു പ്രിവെൻറ്റ് ആൻഡ് ക്യൂർ ഫിസിക്കൽ ഡിസീസസ്. ക്യൂർ എന്ന് പറഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കുക, പ്രിവെൻറ്റ് എന്ന് പറഞ്ഞാൽ തടയുക. അപ്പോൾ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മുടെ ശാരീരികമായിട്ടുള്ള രോഗങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കാനും അവകളെ തടയാനും വേണ്ടിയിട്ടാണ്. ആൻഡ് റിവൈസ് ദ ഡിസ്റ്റർബൻസസ് ദാറ്റ് ഒക്കർ ഇൻ സം മെൻ്റൽ ഇൽനസ്. ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മീനിങ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് സംബഡീസ് മൈൻഡ് ഓർ ഫങ്ഷൻ ഓഫ് ദ ബോഡി ഈസ് അപ്സെറ്റ് ആൻഡ് നോട്ട് വർക്കിംഗ് നോർമലി എന്നുള്ളൊരു മീനിങ് ആണ്. അതേപോലെ തന്നെ ആൻഡ് റിവൈസ് ദ ഡിസ്റ്റർബൻസസ് ദാറ്റ് ഒക്കർ ഇൻ സം മെൻ്റൽ ഇൽനസ്. ചില മാനസികമായിട്ടുള്ള രോഗങ്ങളിൽ സംഭവിക്കുന്ന ഇത്തരം ഡിസ്റ്റർബൻസുകളെ മാറ്റിയെടുക്കാനും വേണ്ടിയിട്ടാണ് മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. Excitement over what drugs can do has led people to believe that any ailment, infective or psychic, can be relieved by taking a pill. അപ്പോൾ ഈ ഡ്രഗ്സുകൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ആകാംക്ഷ പല ആളുകളെയും ജനങ്ങളെ നയിച്ചിട്ടുണ്ട്. എന്തിലേക്ക് നയിച്ചിട്ടുണ്ട്? ടു ബിലീവ് ദാറ്റ് എനി എയിൽമെൻറ്റ്, വിശ്വസിക്കാൻ, ദാറ്റ് എനി എയിൽമെൻറ്റ്, അതായത് ഏതൊരു രോഗവും, എയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ രോഗം, ഏതൊരു രോഗവും, ഇൻഫെക്റ്റീവ് ഓർ സൈക്കിക്, അത് ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന രോഗമാവട്ടെ അതല്ലെങ്കിൽ സൈക്കിക് മാനസികമായിട്ടുള്ള രോഗമാവട്ടെ, ഏതൊരു രോഗവും ക്യാൻ ബി റിലീവ്ഡ് ബൈ ടേക്കിംഗ് എ പിൽ, ഒരു ഗുളിക കഴിച്ചാൽ അതിന് ആശ്വാസം കണ്ടെത്താം എന്നതിലേക്ക് ആളുകളെ നയിച്ചിട്ടുണ്ട്. പിൽ എന്ന് പറഞ്ഞാൽ ഗുളിക. ഓക്കെ. അറ്റ് ദ ഫസ്റ്റ് സൈൻ ഓഫ് നെർവസ്നെസ്, നമുക്കൊരു നെർവസ്നെസ്, നമ്മൾ നെർവസ് ആവുന്നതിൻ്റെ ആദ്യത്തെ സൈന് കാണുമ്പോൾ തന്നെ ആളുകൾ ട്രൈ പെപ്പിൽസ്. പെപ്പിൽ എന്ന് പറഞ്ഞാൽ എ പിൽ കണ്ടെയ്നിങ് എ ഡ്രഗ് ദാറ്റ് ഗീവ്സ് യു മോർ എനർജി എന്നുള്ളൊരു മീനിങ് ആണ്. ആൻഡ് ഓർ മേക്സ് യു ഹാപ്പി ഫോർ എ ഷോർട്ട് ടൈം. അപ്പോൾ അത്തരത്തിലുള്ള ഗുളികകൾക്കാണ് പെപ്പിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ നെർവസ്നെസ്സിൻ്റെ ഒരു ആദ്യത്തെ സൈന് കാണുമ്പോൾ തന്നെ ഈ പെപ്പിൽസിനെ ട്രൈ ചെയ്യുന്നു. മെഡിക്കൽ ജേർണൽസ് നൗ അഡ്വർടൈസ് ട്രാങ്ക്വിലൈസേഴ്സ്, ആംഫിറ്റമിൻസ് ആൻഡ് അതർ മൂഡ് ആൾട്ടറിങ് ഡ്രഗ്സ്. അതേപോലെ തന്നെ ഈ മെഡിക്കൽ ജേർണൽസ് അവർ ട്രാങ്ക്വിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള എ ഡ്രഗ് യൂസ്ഡ് ടു റെഡ്യൂസ് ആങ്സിറ്റി കുറക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗിനാണ് ട്രാങ്ക്വിലൈസർ എന്ന് പറയുന്നത്. ആംഫെറ്റമിൻസ് എന്ന് പറഞ്ഞാലും ഒരു തരത്തിലുള്ള ഉത്തേജക മരുന്ന്, അതിനാണ് ആംഫെറ്റമിൻസ് എന്ന് പറയുന്നത്. ആൻഡ് അതർ മൂഡ് ആൾട്ടറിങ് ഡ്രഗ്സ്, മറ്റുള്ള നമ്മുടെ മൂഡുകൾ മാറ്റുന്ന
ഡ്രഗ്സിനെയൊക്കെ ഈ മെഡിക്കൽ ജേർണൽസ് പരസ്യം നൽകുന്നുണ്ട്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ദം, ഡോക്ടർമാർ ഇത്തരം മരുന്നുകളെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ സംഭവിക്കുമ്പോൾ ആൻഡ് ദ പബ്ലിക് എക്സ്പെക്ട്സ് മിറാക്കിൾസ് ഫ്രം ദം, അപ്പോൾ ഇവയൊക്കെ കാണുമ്പോൾ പൊതുജനങ്ങൾ ഇവയിൽ നിന്നും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇൻ സച്ച് എൻ അറ്റ്മോസ്ഫിയർ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ചുറ്റുപാടിൽ, ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ദാറ്റ് ദ ഡ്രഗ് അബ്യൂസ് ഹാസ് സ്പ്രെഡ്, ഈ മരുന്നുകളുടെ ദുരുപയോഗം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമല്ല. വെൻ പീപ്പിൾ ബിക്കം ഡിപ്പെൻഡൻറ്റ് ഓൺ ഡ്രഗ്സ് ടു സോൾവ് ദെയർ പ്രോബ്ലംസ്, അപ്പോൾ ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗുളികകളുടെ മേലിൽ, ഈ ഡ്രഗ്സിൻ്റെ മേലിൽ അവലംബിതരാകുമ്പോൾ ദേ ലൂസ് ദ കപ്പാസിറ്റി ടു ഡീൽ വിത്ത് ലൈഫ്സ് സിറ്റുവേഷൻസ് ത്രൂ പെർസെവറൻസ്, സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് മെൻ്റൽ എഫർട്ട്. അപ്പോൾ അവർ ഈ ഗുളികയുടെ മേലിൽ, ഡ്രഗ്സിൻ്റെ മേലിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവലംബിതരാകുമ്പോൾ അവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുകയാണ്. എന്തിലൂടെ ഡീൽ ചെയ്യാൻ? ത്രൂ പെർസെവറൻസ്. പെർസെവറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുരുക്കിയിട്ട് മലയാളത്തിൽ സ്ഥിരോത്സാഹം എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു സ്ഥിരോത്സാഹത്തിലൂടെ, അതല്ലെങ്കിൽ ഒരു സെൽഫ് ഡിസിപ്ലിനിലൂടെ, അതല്ലെങ്കിൽ ഒരു മെൻ്റൽ എഫേർട്ടിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ഈ സിറ്റുവേഷൻസിനെ നേരിടാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പെർസെവറൻസ് എന്ന് പറഞ്ഞാൽ ദ ക്വാളിറ്റി ഓഫ് കണ്ടിന്യൂയിങ് ടു ട്രൈ ടു അച്ചീവ് എ പർട്ടിക്കുലർ എയിം ഡിസ്പൈറ്റ് ഡിഫിക്കൽട്ടീസ് എന്നുള്ളൊരു മീനിങ് ആണ്. It is now often considered naive to expend energy on solving a problem when there is an easy way out. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു വഴി അവിടെ ഉണ്ടാകുമ്പോൾ, നമുക്ക് ഈ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ സിമ്പിളായിട്ട് ഒരു ഷോർട്ട് കട്ടാണല്ലോ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് കട്ട് അതല്ലെങ്കിൽ ഒരു ഈസി വഴി ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ധാരാളം എനർജി ചെലവഴിക്കുക എന്നുള്ളത് പൊതുവെ ഒരു നെയ്വ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നെയ്വ് എന്ന് പറഞ്ഞാൽ ലാക്കിംഗ് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ് ഓർ നോളജ്, ജീവിതത്തിൽ നമ്മുടെ വേണ്ടത്ര അറിവും എക്സ്പീരിയൻസൊന്നും ഇല്ലാത്ത ആളുകൾ ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഈ ഡ്രഗ് യൂസേഴ്സിൻ്റെ ഒരു 2 ഘട്ടങ്ങളാണ് പറയുന്നത്, 2 സ്റ്റെപ്പുകൾ. ഇറ്റ് ഈസ് എ സിമ്പിൾ സ്റ്റെപ്പ് ഫ്രം ലുക്ക് വാട്ട് ഡ്രഗ്സ് ഡു ഫോർ മീ വെൻ ഐ ഫീൽ ഡിപ്രസ്ഡ് ടു ഇമാജിൻ വാട്ട് ഡ്രഗ് ക്യാൻ ഡു ഫോർ മീ വെൻ ഐ ഫീൽ ഗുഡ് ഓൾറെഡി. അപ്പോൾ ആദ്യം ഒരു ഡ്രഗ് യൂസർ ഈ ഡ്രഗിനെ യൂസ് ചെയ്യുന്നത് ലുക്ക് വാട്ട് ഡ്രഗ്സ് ഡു ഫോർ മീ വെൻ ഐ ഫീൽ ഡിപ്രസ്ഡ്, എനിക്കൊരു ഡിപ്രഷൻ സംഭവിക്കുന്ന സമയത്ത് ഈ ഡ്രഗ്സ് എന്താണ് എനിക്ക് ചെയ്തു തരിക എന്നുള്ളത് ആലോചിച്ചിട്ടായിരിക്കും ആദ്യം ഈ ഡ്രഗ്സിനെ ഈ ഒരു ഡ്രഗ് യൂസർ ഉപയോഗിക്കുന്നത്. പിന്നീട് അതായിരിക്കും ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നീട് ആ ഒരു സ്റ്റെപ്പ് മാറിയിട്ട് ടു ഇമാജിൻ വാട്ട് ഡ്രഗ് ക്യാൻ ഡു ഫോർ മീ വെൻ ഐ ഫീൽ ഗുഡ് ഓൾറെഡി, എനിക്ക് ഓൾറെഡി സുഖകരമായിട്ടിരിക്കുമ്പോൾ, ഓൾറെഡി ഡിപ്രഷനൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ തന്നെ ഈ ഡ്രഗ്സ് എനിക്ക് എന്ത് ചെയ്തു തരും എന്നുള്ളൊരു ആകാംക്ഷ മൂലമായിരിക്കും രണ്ടാമത് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 2 സ്റ്റെപ്പാണ് ഒരു ഡ്രഗ് യൂസറിൻ്റെ ജീവിതത്തിൽ പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. എ ഡിസ്റ്റിങ്ഷൻ മസ്റ്റ് ബി മെയ്ഡ് ഹൗവർ ബിറ്റ്വീൻ മെഡിസിൻസ് ആൻഡ് സെൻഷ്വൽ ഡ്രഗ്സ്. അപ്പോൾ ഈ സെൻഷ്വൽ ഡ്രഗ്സിൻ്റെ ഇടയിലും നമ്മുടെ സാധാരണ മെഡിസിൻ്റെ ഇടയിലും ഒരു വ്യതിരക്തത നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അതിനെ രണ്ടും രണ്ടായിട്ട് തരംതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. വി മസ്റ്റ് നോട്ട് ഡിസ്ഡെയിൻ ദ റിയൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻസസ് സയൻസ് ഹാസ് മെയ്ഡ്. അപ്പോൾ ശാസ്ത്രം ഉണ്ടാക്കിയിട്ടുള്ള റിയലായിട്ടുള്ള പ്രധാനപ്പെട്ട പുരോഗമനങ്ങളെ നമ്മൾ ഒരിക്കലും പുച്ഛിച്ച് തള്ളരുത്. ഡിസ്ഡെയിൻ എന്ന് പറഞ്ഞാൽ പുച്ഛിക്കുക. അപ്പോൾ അതിനെ ഒരിക്കലും നമ്മൾ വില കുറച്ച് കാണരുത്. ദി ഹിസ്റ്ററി ഓഫ് ദ മെഡിക്കൽ യൂസ് ഓഫ് ഡ്രഗ്സ് ഗോസ് ബാക്ക് 23 സെഞ്ച്വറീസ് ടു ഹിപ്പോക്രാറ്റ്സ്. അപ്പോൾ ഈ ഡ്രഗ്സിനെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ചരിത്രം 23 സെഞ്ച്വറികൾക്ക് മുമ്പ് ഹിപ്പോക്രാറ്റ്സിലേക്കാണ് എത്തിച്ചേരുന്നത്. ദ ഗ്രീക്ക് ഫിസീഷ്യൻ ഹു ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. ഹിപ്പോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ഗ്രീക്ക് ഫിസീഷ്യനാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഡ്രഗ്സിനെ മെഡിക്കൽ യൂസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. He was the first to recognize that a remedy must take into account not only the symptoms of the disease but also the constitution and habits of the patient. അപ്പോൾ റെമഡി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മീനിങ് എ ട്രീറ്റ്മെൻറ്റ്, ചികിത്സ എന്നുള്ള മീനിങ്ങാണ്. അപ്പോൾ നമ്മളൊരു ചികിത്സ നടത്തുമ്പോൾ അത് കേവലം സിംറ്റംസ് ഓഫ് ദി ഡിസീസ്, അതായത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ മാത്രം പരിഗണിച്ചാൽ പോരാ, മറിച്ച് ആ രോഗിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ കണ്ടീഷൻ ഓഫ് എ പേഴ്സൺസ് ബോഡി ആൻഡ് ഹൗ ഹെൽത്തി ഇറ്റ് ഈസ് എന്നുള്ളൊരു മീനിങ്ങാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ.
ദ കണ്ടീഷൻ ഓഫ് എ പേഴ്സൺസ് ബോഡി ആൻഡ് ഹൗ ഹെൽത്തി ഇറ്റ് ഈസ്. അതാണ് ഇവിടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിൻ്റെ മീനിങ്. അപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അത് കേവലം സിംറ്റംസ് ഓഫ് ദി ഡിസീസ് മാത്രം പരിഗണിച്ചാൽ പോരാ, മറിച്ച് ആ രോഗിയുടെ ശാരീരികാവസ്ഥയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹാബിറ്റ്സ് കൂടെ നമ്മൾ പരിഗണിക്കണം എന്ന് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ വ്യക്തി ഹിപ്പോക്രാറ്റ്സ് ആണ്. His principles have come down to us as the dictum that the medicine must specifically suit the disease and the patient. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരം ഈ പ്രിൻസിപ്പിൾസൊക്കെ നമ്മളിലേക്കൊരു ഡിക്റ്റം എന്ന് പറഞ്ഞാൽ ഒരു മലയാളത്തിൽ ചുരുക്കിയിട്ട് ഒരു പ്രമാണവാക്യം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രിൻസിപ്പിൾസൊക്കെ ഒരു പ്രമാണവാക്യമായിട്ട് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ദ മെഡിസിൻ മസ്റ്റ് സ്പെസിഫിക്കലി സ്യൂട്ട് ദ ഡിസീസ് ആൻഡ് ദ പേഷ്യൻറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിന് അത് ആ ഒരു രോഗിക്കും അതേപോലെ തന്നെ ആ രോഗിക്കുള്ള രോഗത്തെയും സ്പെസിഫിക്കായിട്ട് യോജിച്ചതായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രമാണവാക്യമായിട്ട് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് when there is a disorder, നമ്മുടെ ശരീരത്തിൽ ഒരു ഡിസോർഡർ ഉണ്ടാകുന്ന സമയത്ത് only a drug that specifically mitigates that disorder. മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ to make something less harmful or serious എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലൊരു ഡിസോർഡർ ഉണ്ടാകുന്ന സമയത്ത് only a drug that specifically mitigates that disorder should be used. അപ്പോൾ ആ ഒരു ഡിസോർഡറിനെ സ്പെസിഫിക്കായിട്ട് അതിൻ്റെ തീവ്രത കുറക്കുന്ന ഒരു ഡ്രഗ് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ദ ഡ്രഗ് ഷുഡ് ഓൾസോ ഹാവ് റെസ്റ്റോറേറ്റീവ് എഫക്ട്സ്. റെസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് യു ഫീൽ സ്ട്രോങ് ആൻഡ് ഹെൽത്തി അഗെയിൻ. എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഈ ഡ്രഗ്സിന് ഈ റെസ്റ്റോറേറ്റീവ് എഫക്റ്റുകൾ കൂടെ വേണം. അതായത് ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മുടെ രോഗം ഭേദമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൂർവ്വ ആരോഗ്യം വീണ്ടെടുക്കാനുള്ളൊരു റെസ്റ്റോറേറ്റീവ് എഫക്ട്സ് ആ ഒരു ഡ്രഗിന് ഉണ്ടാവണം. ഓർ ഇറ്റ് വിൽ അൺബാലൻസ് ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ബോഡി. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിനെയും തലച്ചോറിൻ്റെയും അതേപോലെ തന്നെ ശരീരത്തിൻ്റെയും ഒക്കെ ഹെൽത്തി ഫങ്ഷൻസിനെ താളം തെറ്റിക്കും, അതിനെ അൺബാലൻസ് ചെയ്യും. ദ കോറിലേറ്റീവ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ അനുബന്ധമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈസ് ദാറ്റ് എ ഹെൽത്തി പേഴ്സൺ കനോട്ട് ബെനിഫിറ്റ് ഫ്രം ടേക്കിംഗ് എ ഡ്രഗ്. അപ്പോൾ ഒരു ആരോഗ്യവാനായിട്ടുള്ളൊരു വ്യക്തിക്ക് ഈ ഡ്രഗ് ഉപയോഗിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഉപകാരം എടുക്കാൻ സാധിക്കുകയില്ല. ദീസ് ടു കംസ് ഫ്രം ഹിപ്പോക്രാറ്റ്സ്. പിന്നെ ഇതും ഹിപ്പോക്രാറ്റ്സിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പേഴ്സൺസ് ഇൻ ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ ക്വിക്ലി ലൂസ് ദെയർ സ്ട്രെങ്ത്, അവർക്ക് പെട്ടെന്ന് അവരുടെ ശക്തി നഷ്ടപ്പെടുന്നു. ബൈ ടേക്കിംഗ് പെഗറ്റീവ് മെഡിസിൻസ്. പെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വയറ് ഇളക്കുന്ന മെഡിസിൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് ആരോഗ്യവാന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ സ്ട്രെങ്ത് പെട്ടെന്ന് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെഡിസിൻസ് ആൻഡ് സെൻഷ്യൽ ഡ്രഗ്സ് ഈസ് സിമ്പിൾ. ഈ സെൻഷ്യൽ ഡ്രഗ്സിൻ്റെയും അതേപോലെ തന്നെ മെഡിസിൻസിൻ്റെയും ഇടയിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ, അതിൻ്റെ ഒരു ഡിഫറൻസ് വളരെ സിമ്പിളാണ്. സെൻഷ്യൽ ഡ്രഗ്സ് ആർ ദോസ് ദാറ്റ് ദ ബോഡി ഹാസ് നോ നീഡ് ഫോർ. അപ്പോൾ ഈ സെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഡ്രഗ്സ് ആണ്. ബട്ട് ദാറ്റ് ഗീവ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. പക്ഷേ അത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻസ് ഓഫ് പ്ലഷർ, ഒരു സന്തോഷത്തിൻ്റെ ഒരു സെൻസ്, ഒരു പ്ലഷർ നൽകുന്നുണ്ട്. സെൻഷ്യൽ ഡ്രഗ്സ് ആക്ടിവേറ്റ് ദ ബ്രെയിൻസ് പ്ലഷർ സെൻറ്റേഴ്സ്. ഈ സെൻഷ്യൽ ഡ്രഗ്സ് നമ്മുടെ തലച്ചോറിലുള്ള പ്ലഷർ സെൻറ്റേഴ്സിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. വി ഡു നോട്ട് നോ പ്രിസൈസ്ലി ഹൗ ദ ഡു ദിസ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. Whether they stimulate the pleasure centers directly or activate them through chemical mimicry. അപ്പോൾ ഇവ നേരിട്ട് അവയെ ആക്ടിവേറ്റ് ചെയ്യുകയാണോ അതല്ലെങ്കിൽ ഒരു കെമിക്കൽ മിമിക്രിയിലൂടെ ആക്ടിവേറ്റ് ചെയ്യുകയാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. കെമിക്കൽ മിമിക്രി എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡ്രഗ്സ് സിമിലർ ടു ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലഷർ സെൻറ്റേഴ്സ് ഓഫ് ദ ബ്രെയിൻ എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇൻ ദിസ് ടെക്സ്റ്റ്, ഈ ഒരു ടെക്സ്റ്റിൽ I will refer to the both possibilities as stimulation. അപ്പോൾ രണ്ട് സാധ്യതകളെക്കുറിച്ചും രണ്ട് രീതിയിൽ ഉത്തേജിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ ഈ രണ്ട് സാധ്യതകളെക്കുറിച്ചും നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. സ്റ്റിമുലേറ്റ് എന്ന് പറഞ്ഞാൽ ഉത്തേജിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ദ ബ്രെയിൻ ഗവേൺസ് സെൻസേഷൻസ്. നമ്മുടെ തലച്ചോറാണ് നമ്മുടെ സെൻസേഷനുകളെ അതേപോലെ തന്നെ മൂഡുകളെ, തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. നോട്ട് ബൈ എ മാജിക്കൽ പ്രോസസ്സ്. അപ്പോൾ ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് ഒരു മാജിക്കൽ പ്രോസസ്സിലൂടെ അല്ല,
മറിച്ച് ബട്ട് ആൻ ഇൻക്രെഡിബിളി കോംപ്ലക്സ് സീരീസ് ഓഫ് കെമിക്കലി റെഗുലേറ്റഡ് കൺട്രോൾസ്. പക്ഷേ നമുക്ക് അവിശ്വസനീയമാവും വിധമുള്ള ഒരു കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ള സീരീസ് ഓഫ് കെമിക്കലി റെഗുലേറ്റഡ് കൺട്രോൾസ്, ഈ ഒരു രാസപ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ഒരു നിയന്ത്രണത്തിലൂടെയാണ് തലച്ചോറ് ഈ സെൻസുകളെ, അതേപോലെ തന്നെ മൂഡ്സിനെ, തോട്ട്സിനെ ആൻഡ് ആക്ഷൻസിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. ദീസ് ആർ ഈസിലി അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മീനിങ് ടു മേക്ക് എ സിറ്റുവേഷൻ ഗോ റോങ്, തെറ്റിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇവയൊക്കെ, ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ ആർ ഈസിലി അപ്സെറ്റ്, അതിലൊക്കെ താളം തെറ്റിക്കപ്പെടുന്നു ബൈ സെൻഷ്യൽ ഡ്രഗ്സ്. ഈ സെൻഷ്യൽ ഡ്രഗ്സ് അവയൊക്കെ തെറ്റായ രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. ദിസ് ഡിസ്റ്റർബൻസ്, അപ്പോൾ ഈ ഒരു ഡിസ്റ്റർബൻസിൻ്റെ മീനിങ് നമ്മൾ വിശദമായിട്ട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റർബൻസ് ഈസ് അപ്പയറൻറ്റ് ഇൻ ദ എഫക്റ്റ് ഓഫ് ദ സെൻഷ്യൽ ഡ്രഗ്സ് ഓൺ ദ മെക്കാനിസംസ് ദാറ്റ് കൺട്രോൾ പ്ലഷർ ആൻഡ് സാറ്റിസ്ഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റർബൻസ് അപ്പയറൻറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റർബൻസ് വ്യക്തമാണ് ഇൻ ദ എഫക്റ്റ് ഓഫ് ദ സെൻഷ്യൽ ഡ്രഗ്സ്, ഈ സെൻഷ്യൽ ഡ്രഗ്സിൻ്റെ എഫക്റ്റിൽ, ഓൺ ദ മെക്കാനിസംസ് ദാറ്റ് കൺട്രോൾ പ്ലഷർ ആൻഡ് സാറ്റിസ്ഫിക്കേഷൻ. ഈ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മൈൻഡിലുള്ള അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലുള്ള പ്ലഷറിനെയും സാറ്റിസ്ഫിക്കേഷനെയും ഒക്കെ നിയന്ത്രിക്കുന്ന മെക്കാനിസത്തിൻ്റെ മുകളിൽ ഈ സെൻഷ്യൽ ഡ്രഗ്സ് ഉണ്ടാക്കുന്ന എഫക്റ്റിൽ ഈ ഒരു ഡിസ്റ്റർബൻസ് വളരെ പ്രകടമാണ്, വളരെ അപ്പാരൻ്റ് ആണ്. എ ഡ്രഗ് യൂസേഴ്സ് ക്രാവിംഗ് ഫോർ ദ ഡ്രഗ് കണ്ടിന്യൂസ്. ഈ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ഈ ഡ്രഗ്സിനോടുള്ള ക്രാവിംഗ് എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള ആഗ്രഹം, എ സ്ട്രോങ് ഡിസയർ ഫോർ സംതിങ് എന്നാണ് ക്രാവിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഡ്രഗ്സിനോടുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം അത് കണ്ടിന്യൂസ്, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ബട്ട് ഹീ ഫീൽസ് ലെസ് ആൻഡ് ലെസ് സാറ്റിസ്ഫിക്കേഷൻ. പക്ഷേ അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ സാറ്റിസ്ഫിക്കേഷനാണ് ഓരോ തവണ ഡ്രഗ് ഉപയോഗിക്കുമ്പോഴും ലഭിക്കുന്നത്. ഹിസ് ബ്രെയിൻസ് പ്ലഷർ റിഫ്ലക്സസ് സീം ടു ബി വീക്കൻഡ് ബൈ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലുള്ള ഈ പ്ലഷർ റിഫ്ലക്സുകളൊക്കെ അത് ഈ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷനിലൂടെ ബലഹീനമായതായിട്ട് നമുക്ക് തോന്നപ്പെടുന്നു. അപ്പോൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അത് ആ ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷനാണ്. നമ്മുടെ തലച്ചോറിലുള്ള പ്ലഷർ സെൻറ്റേഴ്സിനൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ നടക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലുള്ള പ്ലഷർ റിഫ്ലക്സുകളൊക്കെ ബലഹീനമാവും എന്നാണ് പറയുന്നത്. ഇൻ സീവിയർ അഡിക്ഷൻ, വളരെ തീവ്രമായിട്ടുള്ള അഡിക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ദ പ്ലഷർ മെക്കാനിസംസ് ഫെയിൽ ടു റെസ്പോണ്ട് ടു ഡ്രഗ് സ്റ്റിമുലേഷൻ. അപ്പോൾ ഈ ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന സ്റ്റിമുലേഷൻ, ഉത്തേജിപ്പിക്കലിനോട് ഈ നമ്മുടെ പ്ലഷർ മെക്കാനിസംസ് റെസ്പോണ്ട് ചെയ്യാൻ, അതിനോട് പ്രതികരിക്കാൻ പരാജയപ്പെടുന്നു. ദ ഡ്രഗ് ദെൻ ഇമ്പാർട്സ് ഓൺലി റിലേറ്റീവ് റിലീഫ് ഫ്രം ദ മിസറി ആൻഡ് സസ്പെൻസ് ദ ഇൽനെസ് ഓഫ് വിത്ഡ്രോയൽ. അപ്പോൾ ദ ഡ്രഗ് ദെൻ ഇമ്പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മീനിങ് ടു ഗിവ് എ പർട്ടിക്കുലർ ക്വാളിറ്റി ടു സംതിങ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഈ ഡ്രഗ്സ് വളരെ ആപേക്ഷികമായിട്ടുള്ളൊരു സമാധാനമാണ്, ഫ്രം ദ മിസറി, ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് ഒരു ആപേക്ഷികമായിട്ടുള്ളൊരു സമാധാനമാണ് തരുന്നത്. ആൻഡ് സസ്പെൻസ് ദ ഇൽനെസ് ഓഫ് ദ വിത്ഡ്രോയൽ ഇൽനെസ്, അതായത് തലവേദന, അതേപോലെ തന്നെ ക്ഷീണം പോലെയുള്ള വിത്ഡ്രോയൽ സിംറ്റംസും ഈ ഡ്രഗ്സ് ഉണ്ടാക്കി തീർക്കുന്നു. ഇൻഫർമേഷൻ ഫ്രം ദ സെൻസസ് സ്റ്റിൽ റീച്ചസ് ദ ബ്രെയിൻ. അപ്പോൾ നമ്മുടെ സെൻസുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് അപ്പോഴും തലച്ചോറുകളിൽ എത്തുന്നുണ്ട്. ബട്ട് ദ ബ്രെയിൻ ഈസ് അനേബിൾ ടു ഇവാലുവേറ്റ് ദ ഇൻഫർമേഷൻ ആൻഡ് ഇൻ്റർപ്രറ്റ് ഇറ്റ് ആസ് പ്ലഷറബിൾ. പക്ഷേ തലച്ചോറിൽ എത്തുന്നുണ്ട് ഇൻഫർമേഷൻസ്, പക്ഷേ തലച്ചോറിന് അവകളെ ഇവാലുവേറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ അവകളെ പ്ലഷറബിൾ ആണ് എന്ന നിലയ്ക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, അതിനെ വ്യാഖ്യാനിക്കാനോ ഒന്നും സാധിക്കുകയില്ല. ഇൻ കോൺട്രാസ്റ്റ്, അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നാച്ചുറലി അറ്റൈൻഡ് പ്ലഷേഴ്സ്, നമ്മൾ പ്രകൃതിയായ രീതിയിൽ ഈ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കാതെ സാധാരണ രീതിയിൽ നേടിയെടുക്കുന്ന ഈ പ്ലഷറുകൾ എൻലാർജ് ദ സെൻസ് ഓഫ് സാറ്റിസ്ഫിക്കേഷൻ, നമ്മുടെ സെൻസ് ഓഫ് സാറ്റിസ്ഫിക്കേഷനെ വലുതാക്കുന്നുണ്ട്. ആൻഡ് ക്യാൻ ബി റിപ്പീറ്റഡ് ഇൻഡിഫിനിറ്റ്ലി, അത് അനന്തമായിട്ട് ആവർത്തിക്കപ്പെടാനും സാധിക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി എന്ന് പറഞ്ഞാൽ ഇൻ ദി എൻഡ്, ഫൈനലി എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പോൾ ദ സെൻസറി ഡിപ്രവേഷൻ ഓഫ് ദ ഡ്രഗ് അഡിക്റ്റ്, ഈ ഡ്രഗ്സിന് അഡിക്റ്റായ വ്യക്തിയിലുള്ള സെൻസറി ഡിപ്രവേഷൻ, അയാളുടെ സെൻസുകളൊക്കെ ഇല്ലാതാവുക, അതല്ലെങ്കിൽ സെൻസുകളുടെ അഭാവം, ഒരു സെൻസറി ഡിപ്രവേഷൻ
മാനിഫെസ്റ്റസ് ഇറ്റ് സെൽഫ് ഇൻ ദ ജനറൽ ഫീലിംഗ് ഓഫ് ഫിസിക്കൽ ഡിസ്കംഫർട്ട് ആൻഡ് ദ പേഴ്സണാലിറ്റി ചേഞ്ചസ്. അപ്പോൾ അത് പ്രകടമാവുന്നുണ്ട്. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രകടമാവുക, ടു അപ്പിയർ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സെൻസുകളുടെ അഭാവം, സെൻസുകൾ ഇല്ലാതാവുക എന്നുള്ളത് പ്രകടമാവുന്നുണ്ട്. ഇൻ എ ജനറൽ ഫീലിംഗ് ഓഫ് ഫിസിക്കൽ ഡിസ്കംഫർട്ട്, നമുക്ക് ഒരു ശാരീരികമായിട്ടുള്ളൊരു അസ്വസ്ഥത അതിൽ പ്രകടമാവും. ആൻഡ് ഇൻ പേഴ്സണാലിറ്റി ചേഞ്ചസ്, നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ചുകളിലും ഈ ഒരു സെൻസറി ഡിപ്രവേഷൻ പ്രകടമാവുന്നുണ്ട്. The addict feels depressed and fails to respond either to his environment and to other people. അപ്പോൾ ഈ അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്യും. ആൻഡ് ഫെയിൽസ് ടു റെസ്പോണ്ട് ഈതർ ടു ഹിസ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഓർ ടു അതർ പീപ്പിൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ്, ചുറ്റുപാടിനോട് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ സാധിക്കുകയില്ല. പ്രതികരിക്കുന്നതിൽ നിന്ന് അദ്ദേഹം പരാജയപ്പെടും. ഓർ ടു അതർ പീപ്പിൾ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് പ്രതികരിക്കുന്നതിൽ നിന്ന് അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. പ്രതികരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. ഈസ് മെൻ്റൽ ഡിസ്റ്റർബൻസ് ക്യാൻ ബി ക്വൈറ്റ് സിമിലർ ടു പാരനോയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മെൻ്റൽ ഡിസ്റ്റർബൻസ്, ഈ ഒരു മാനസികമായിട്ടുള്ള ഈ ഒരു താളം തെറ്റൽ ക്യാൻ ബി ക്വൈറ്റ് സിമിലർ ടു പാരനോയ. അത് ഏകദേശം ഒരു പാരനോയെ പോലെ ആണ്. പാരനോയ എന്ന് പറഞ്ഞാൽ ഒരു തരം ഭ്രാന്ത്, എ മെൻ്റൽ ഇൽനെസ് ഇൻ വിച്ച് എ പേഴ്സൺ മേ റോങ്ലി ബിലീവ് ദാറ്റ് അതർ പീപ്പിൾ ആർ ട്രൈങ് ടു ഹാം ദം, ദാറ്റ് ദേ ആർ സംബഡി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു തരത്തിലുള്ള ഭ്രാന്ത് പോലെയാണ് ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ഹി കനോട്ട് ഡിസൈൻ ദ സോഴ്സ് ഓഫ് ഹിസ് പ്രോബ്ലം. ഡിസൈൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ദ സോഴ്സ് ഓഫ് ഹിസ് പ്രോബ്ലം, അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രശ്നങ്ങളുടെ ഒരു സോഴ്സ് എന്താണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ആൻഡ് ലുക്സ് ഫോർ ദ കോസ് ഇൻ എവറിത്തിങ് ബട്ട് ഹിംസെൽഫ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണത്തെക്കുറിച്ച് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും അന്വേഷിക്കും, ബട്ട് ഹിംസെൽഫ്, അദ്ദേഹത്തിൻ്റെ സ്വന്തത്തിലൊഴികെ. അപ്പോൾ സ്വന്തമല്ലാത്ത ബാക്കി എല്ലാ കാര്യത്തിലും അദ്ദേഹം ഇതിൻ്റെ കാരണം എന്താണെന്നുള്ള കാര്യം അന്വേഷിക്കും. എനിത്തിങ് എക്സ്റ്റേണൽ ഈസ് സസ്പെക്റ്റ്. പുറത്തുള്ള എല്ലാ കാര്യവും അദ്ദേഹത്തിന് സംശയാസ്പദമായിരിക്കും. എല്ലാത്തിനെക്കുറിച്ചും അദ്ദേഹം സംശയിക്കും. ഹി ഡ്രോസ് ഫർദർ ആൻഡ് ഫർദർ ഇൻ ടു ഹിംസെൽഫ്. അദ്ദേഹം കുറേ കൂടെ അദ്ദേഹം സ്വന്തത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടേയിരിക്കും. വീണ്ടും സ്വന്തത്തിലേക്ക് അദ്ദേഹം ഇങ്ങനെ ചുരുങ്ങും. ദ അഡിക്റ്റ് ഓഫൻ ഫീൽസ് പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് ഹിം സ്ട്രേഞ്ച്ലി. അതേപോലെ തന്നെ ഈ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തി, ആളുകൾ അദ്ദേഹത്തിലേക്ക് സ്ട്രേഞ്ചായിട്ട് നോക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നും, അദ്ദേഹത്തിന് ഫീൽ ചെയ്യും. വൺ ടോൾഡ് മീ. ഇനി ഈ നമ്മുടെ ഓദറിനോട് ഒരു ആൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറയാണ്. വൺ ടോൾഡ് മീ, ഒരാൾ എന്നോട് പറഞ്ഞു. ഹി വാസ് ഇൻ ഷുവർ വെൻ പീപ്പിൾ സ്മൈൽഡ് അറ്റ് ഹിം ദാറ്റ് ദേ വെർ നോട്ട് റിയലി ലോഫിങ്. അതായത് ആളുകൾ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിക്കുന്ന സമയത്ത് അവർ ഇയാളെ കളിയാക്കി ചിരിക്കുകയാണോ എന്നുള്ള കാര്യം വരെ എനിക്ക് ഉറപ്പില്ലായിരുന്നു എന്ന് ഒരാൾ നമ്മുടെ ഓദറിനോട് പറഞ്ഞ ഒരു കാര്യം ഇയാൾ ഇവിടെ പറയണം. ദ അഡിക്റ്റ് ക്യാൻ ഈവൻ ലൂസ് ഹിസ് സെൻസ് ഓഫ് ബീങ് അലൈവ്. ഈ അഡിക്റ്റിന്, ഈ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് അദ്ദേഹം ശരിക്കും ജീവിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു സെൻസ് പോലും നഷ്ടപ്പെടുന്നുണ്ട്. വൺ റീഹാബിലിറ്റേറ്റഡ് ഹെറോയിൻ അഡിക്റ്റ്. റീഹാബിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഈ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റായ ആളുകളെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് റീഹാബിലിറ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റീഹാബിലിറ്റേറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി, റീഹാബിലിറ്റേറ്റ് എന്ന് പറഞ്ഞതിന് മീനിങ് ടു ഹെൽപ്പ് സംബഡി ടു ഹാവ് എ നോർമൽ യൂസ്ഫുൾ ലൈഫ് അഗെയിൻ ആഫ്റ്റർ ദേ ഹാവ് ബീൻ ഇൽ ഓർ സിക്ക് ഓർ ഇൻ പ്രിസൺ ഫോർ എ ലോങ് ടൈം എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ അദ്ദേഹം ഈ ഹെറോയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഭീകരമായിട്ടുള്ളൊരു ഡ്രഗാണ്, ഒരു മയക്കുമരുന്നാണ്. അപ്പോൾ അതിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഹാസ് ഡിസ്ക്രൈബ്ഡ്, അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്, ഈ സെൻസറി ഡിപ്രവേഷൻ ടു മീ. അദ്ദേഹത്തിന് എത്രത്തോളം സെൻസുകൾ ഇല്ലാതായിട്ടുണ്ട്, ഒരു സെൻസറി ഡിപ്രവേഷൻ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവിൻ്റെ അഭാവത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ. അപ്പോൾ ജനലിൻ്റെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഹി സെറ്റ്, അദ്ദേഹം പറഞ്ഞു, ദ സൺ ഈസ് ഷൈനിങ്. സൂര്യൻ അല്ലെങ്കിൽ വെയിൽ നല്ല തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദ ഫ്ലവേഴ്സ് ആർ ഇൻ ബ്ലൂം. ഈ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഐ നോ ദീസ് ആർ സൈൻസ് ഓഫ് എ ഗുഡ് ഡേ. ഇതൊക്കെ നല്ലൊരു ദിവസത്തിൻ്റെ അടയാളമാണ് എന്ന് എനിക്കറിയാം. ബട്ട് പക്ഷേ പ്രസിങ് ഈസ് ചെസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ചെസ്റ്റ് ഞെക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഐ ഡോണ്ട് ഫീൽ ഇറ്റ് ഹിയർ. പക്ഷേ ഇതൊന്നും എൻ്റെ മനസ്സിൽ, എൻ്റെ നെഞ്ചിൽ ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ കാണുന്നുണ്ട്, കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഫീൽ ചെയ്യാനുള്ള, അതിനെ സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. I have seen addicts habitually press their fingers deep into their arms or legs as if to reassure themselves of their own reality.
അപ്പോൾ ഞാൻ കുറേ ഈ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹാബിച്വലി പ്രസ് ദെയർ ഫിംഗേഴ്സ്, അവർ സാധാരണയായിട്ട് അവരുടെ വിരലുകളെ ഞെക്കുന്നു. ഡീപ്പ് ഇൻ ടു ദെയർ ആംസ്, കൈകളിലൊക്കെ ആയത്തിൽ ഞെക്കി പിടിക്കുന്നു. അല്ലെങ്കിൽ ലെഗ്സ്, കാലുകളിലൊക്കെ ഇങ്ങനെ ആയത്തിൽ ഡീപ്പായിട്ട് ഞെക്കി പിടിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആസിഫ് ടു റീ അഷ്യൂർ, അവർക്ക് വീണ്ടും ഉറപ്പുവരുത്താൻ എന്ന പോലെ. ആസിഫ് എന്ന് പറഞ്ഞാൽ എന്ന പോലെ. അപ്പോൾ ഉറപ്പുവരുത്താൻ എന്ന പോലെ, ദംസെൽഫ് ഓഫ് ദെയർ ഓൺ റിയാലിറ്റി, അവർ ശരിക്കും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ എന്ന പോലെ അവർ കാലിലും അതേപോലെ തന്നെ കൈകളിലൊക്കെ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആയത്തിൽ ഞെക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ദിസ് ക്രൈവിംഗ് ഫോർ ദ ലോസ്റ്റ് സെൻസേഷൻ, അപ്പോൾ ഈ ഒരു നഷ്ടപ്പെട്ടിട്ടുള്ള സെൻസേഷനോടുള്ള ഈ തീവ്രമായിട്ടുള്ള ആഗ്രഹം എക്സ്പ്ലെയിൻസ് ഇൻ പാർട്ട് ദ അഡിക്ട്സ് നീഡ് ടു കണ്ടിന്യൂ ടു സീക്ക് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സെൻസേഷൻസ്. അപ്പോൾ അത് വ്യക്തമാക്കുന്നത്, അത് വിശദീകരിക്കുന്നത് എന്താണ്? ഇൻ പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ട്ലി, ടു സം എക്സ്റ്റെൻറ്റ്, ഒരു പരിധി വരെ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അത് വിശദീകരിക്കുന്നത് ദ അഡിക്ട്സ് നീഡ് ടു കണ്ടിന്യൂ, ഈ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളിൻ്റെ, ആ ഒരു വ്യക്തിയുടെ ആവശ്യമാണ് ടു കണ്ടിന്യൂ ടു സീക്ക് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സെൻസേഷൻസ്. ഇൻഡ്യൂസ് എന്ന് പറഞ്ഞാൽ ടു കോസ് സംതിങ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഈ ഡ്രഗ്സ് കാരണമായിട്ടുണ്ടായിത്തീരുന്ന സെൻസേഷനെ തേടുന്നത്, തുടരാനുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് ഇതൊക്കെ വെളിവാക്കുന്നത്, ഇതൊക്കെ വിശദീകരിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇഫ് ഡ്രഗ്സ് ഓഫേർഡ് എ സേഫ് ഫോം ഓഫ് പ്ലഷർ ദർ മൈറ്റ് ബി ഫ്യൂ ഒബ്ജെക്ഷൻസ് ടു യൂസിങ് ദം. ഇനി ഈ ഡ്രഗ്സ് സുരക്ഷിതമായിട്ടുള്ള ഒരു പ്ലഷറാണ് നൽകുന്നതെങ്കിൽ കൂടെ ദർ മൈറ്റ് ബി ഫ്യൂ ഒബ്ജെക്ഷൻസ് ടു യൂസിങ് ദം, ഈ ഡ്രഗ്സ് ഉപയോഗിക്കാൻ കുറച്ച് തടസ്സങ്ങളുണ്ടായേക്കാം. ഹവർ ദ ക്ലെയിംസ് ദാറ്റ് ദേ ആർ സേഫ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ഫേക്ക് ഇൻ ദ ഫേസ് ഓഫ് ദ നോൺ കോൺസിക്വൻസസ് ഓഫ് ദ കണ്ടിന്യൂഡ് ഡ്രഗ് യൂസ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ ദ ഫേസ് ഓഫ് സംതിങ് എന്ന ഒരു ഇഡിയമാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് ആസ് എ റിസൾട്ട് ഓഫ് സംതിങ് എന്നാണ്. അപ്പോൾ ഈ ഡ്രഗ്സ് സേഫാണ് എന്നുള്ള വാദങ്ങൾ തിരിച്ചറിയപ്പെടണം. ആസ് ഫേക്കായിട്ട് നമ്മൾ തിരിച്ചറിയണം. ഇൻ ദ ഫേസ് ഓഫ് ദ നോൺ കോൺസിക്വൻസസ് ഓഫ് ദ കണ്ടിന്യൂഡ് ഡ്രഗ് യൂസ്, ഈ തുടർച്ചയായിട്ടുള്ള ഈ ഡ്രഗ് ഉപയോഗത്തിൻ്റെ അറിയപ്പെട്ടിട്ടുള്ള പരിണിത ഫലങ്ങളുടെ റിസൾട്ട് എന്നോണം ഇത്തരം വാദങ്ങളെ, ഈ ഡ്രഗ്സ് സേഫാണ് എന്നുള്ള വാദങ്ങളെ ഫേക്കായിട്ട് തിരിച്ചറിയപ്പെടണം. റിയൽ ഡേഞ്ചേഴ്സ് എക്സിസ്റ്റ്, ഈ ഡ്രഗ് യൂസിൻ്റെ ശരിക്കുള്ള അപകടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഓൾദോ ദ ഡ്രഗ് യൂസർ ഓഫൺ അസ്യൂംസ് ദേ ഡു നോട്ട്, ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകൾ ഇത്തരം അപകടങ്ങൾ നിലനിൽക്കുന്നില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിലും അതിൻ്റെ ശരിക്കുള്ള അപകടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ബിക്കോസ് കാരണം ദ ഹാംഫുൾ സൈഡ് എഫക്ട്സ് ആർ നോട്ട് ഇമ്മീഡിയറ്റ്ലി അപ്പറൻറ്റ്, ഈ ഡ്രഗ് യൂസിൻ്റെ അപകടകരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് അവ പെട്ടെന്ന് പ്രകടമാവുകയില്ല. പോസിബിൾ റിസൾട്ട്സ്, അപ്പോൾ ഈ ഡ്രഗ് യൂസിൻ്റെ സാധ്യതയുള്ള റിസൾട്ട്സ് റേഞ്ച് ഫ്രം ഇൻസിഡൻ്റൽ ഡിലിറിയസ് എഫക്ട്സ് ടു ഡെത്ത് ഫ്രം ഓവർഡോസ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇൻസിഡൻ്റൽ എന്ന് പറഞ്ഞാൽ ഹാപ്പനിങ് ആസ് എ നേച്ചുറൽ റിസൾട്ട് ഓഫ് സംതിങ്. ഡിലിറിയസ് എന്ന് പറഞ്ഞാൽ ഇൻ എൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് നോട്ട് ഏബിൾ ടു തിങ്ക് ഓർ സ്പീക്ക് ക്ലിയർലി. അപ്പോൾ ഈ ഡ്രഗ്സ് മൂലം ഉണ്ടായിത്തീരുന്ന ചിന്തിക്കാനും സംസാരിക്കാനും ഒന്നും കഴിയാതിരിക്കുന്ന അവസ്ഥ മുതൽ ഓവർഡോസ് മൂലമുണ്ടായിത്തീരുന്ന മരണം വരെ ഈ ഡ്രഗ്സിൻ്റെ പോസിബിൾ റിസൾട്ട്സുകളിൽ പെട്ടതാണ്. ദ ഡേഞ്ചേഴ്സ് ദാറ്റ് ലൈ ബിറ്റ്വീൻ ദ എക്സ്ട്രീംസ്, അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീംസിൻ്റെ ഇടയിലുള്ള അപകടങ്ങൾ ആർ ദ ഡീജനറേഷൻ ഓഫ് ദ ഹെൽത്ത്. ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ബിക്കമിങ് വേഴ്സ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ അതിൻ്റെ രണ്ട് എക്സ്ട്രീംസിൻ്റെ ഇടയിലുള്ള അപകടങ്ങൾ ആർ ദ ഡീജനറേഷൻ ഓഫ് ഹെൽത്ത്, ഈ നമ്മുടെ ആരോഗ്യം മോശമാവുക എന്നുള്ളതാണ്. ആൻഡ് ദ ഡിപ്ലീഷൻ ഓഫ് ദ ബ്രെയിൻ ഫങ്ഷൻ. ഡിപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ടു റെഡ്യൂസ് സംതിങ് ബൈ എ ലാർജ് എമൗണ്ട് എന്നുള്ളൊരു മീനിങ് ആണ്. നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ, തലച്ചോറിൻ്റെ ഫങ്ഷൻസൊക്കെ കുറഞ്ഞു പോവുക എന്നുള്ളതൊക്കെയാണ്. ഈ ഡ്രഗ്സ് ആഫ്റ്റർ ഓൾ എല്ലാത്തിനും പുറമെ ആക്ട് ഡയറക്റ്റ്ലി ഓൺ ദ ബ്രെയിൻ, നേരിട്ട് തലച്ചോറിലാണ് അത് പ്രവർത്തിക്കുന്നത്. ആൻഡ് കോസ് മെൻ്റൽ മെക്കാനിസംസ് ടു റെസ്പോണ്ട് അബ്നോർമലി. നമ്മുടെ മെൻ്റൽ മെക്കാനിസങ്ങളെ അബ്നോർമലായിട്ട് അസാധാരണമായിട്ടുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ദ റിസ്ക്സ് ആർ ഗ്രേറ്റ് ഫോർ ദ പെർസിസ്റ്റൻ്റ് യൂസർ. ഈ ഡ്രഗ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത്തരം അപകടങ്ങൾ കൂടുതൽ വലുതാണ്. In particular, there is the danger that he will do himself a great deal of harm before the warning symptoms occur. പിന്നെ പ്രത്യേകിച്ചുള്ളൊരു അപകടം എന്താണെന്ന് വെച്ചാൽ
ഈ വാർണിംഗ് സിംറ്റംസ് സംഭവിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് ദോഷകരമായി തീരുന്ന ധാരാളം കാര്യങ്ങൾ സ്വന്തം ശരീരത്തിന് അദ്ദേഹം ചെയ്യും. ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ് ആർ മെനി ആൻഡ് വാരിഡ്. ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ഡിസോർഡേഴ്സ് അവകൾ ധാരാളമുണ്ട്, അതേപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുമുണ്ട്. Dirty needles and solutions used for injecting drugs can cause abscesses in the arms and veins, liver disease, venereal disease and infection of the kidneys and brain. ഈ ഡ്രഗ്സ് ഇഞ്ചക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശുദ്ധിയില്ലാത്ത സൂചികളും അതേപോലെ തന്നെ സൊല്യൂഷൻസൊക്കെ അവകൾ നമ്മുടെ കൈകളിലും ഞരമ്പുകളിലൊക്കെ കുരുകൾ ഉണ്ടായിത്തീരാൻ കാരണമായിത്തീരുന്നുണ്ട്. അതേപോലെ തന്നെ ലിവർ ഡിസീസസ്, ഈ ലിവറിന് അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണമായി തീരുന്നുണ്ട്. വെനറൽ ഡിസീസസ്, സെക്ഷൽ ഡിസീസുകൾ ഉണ്ടാവാൻ കാരണമായി തീരുന്നുണ്ട്. ആൻഡ് ഇൻഫെക്ഷൻ ഓഫ് ദ കിഡ്നീസ് ആൻഡ് ബ്രെയിൻ, കിഡ്നികൾക്കും അതേപോലെ തന്നെ തലച്ചോറിനൊക്കെ ഇൻഫെക്ഷൻ സംഭവിക്കാനും കാരണമായി തീരുന്നുണ്ട്. സ്നിഫിംഗ് കൊക്കെയിൻ ആൻഡ് ആംഫെറ്റമിൻസും കൊക്കെയിനൊക്കെ ശ്വസിക്കുന്നത് ക്യാൻ ഡാമേജ് ദ ടിഷ്യൂ ഓഫ് ദ നോസ്, നമ്മുടെ മൂക്കിൻ്റെ ടിഷ്യൂകളെ നശിപ്പിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് മരിജുവാന ആൻഡ് ടൊബാക്കോ സ്മോക്കിംഗ്, ഈ മരിജുവാന എന്ന് പറഞ്ഞാൽ കഞ്ചാവ് വലിക്കുന്നതും പുകവലിയൊക്കെ ക്യാൻ കോസ് ലങ് ഡിസീസസ്, നമ്മുടെ ലങ് ഡിസീസുകൾക്ക് കാരണമായി തീരുന്നുണ്ട്. ഹെവി യൂസേജ് ഓഫ് ആൽക്കഹോൾ, ഈ വലിയ രീതിയിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകൾ വൊലാറ്റിൽ സോൾവൻസ് എന്ന് പറഞ്ഞാൽ അതും ഒരു ഡ്രഗാണ്. എ ലിക്വിഡ് ഇൻ ടു വിച്ച് എ ഡ്രഗ് ഈസ് മിക്സ്ഡ് ബിഫോർ ഡ്രിങ്കിങ്. അപ്പോൾ ഈ വൊലാറ്റിൽ സോൾവൻസും അതേപോലെ തന്നെ വലിയ രീതിയിൽ ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, ആംഫെറ്റമിൻസ് ഉപയോഗിക്കുന്ന ആളുകൾ, ഒരു മരിജുവാന ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾ മേ ഫൈൻഡ് ദാറ്റ് ദെയർ ലിവേഴ്സ് ആർ പെർമനൻ്റ്ലി ഡാമേജ്ഡ്. അപ്പോൾ അത്തരം ആളുകൾക്ക് അവരുടെ ലിവർ എന്നേക്കുമായിട്ട് ഡാമേജ് സംഭവിച്ചതായിട്ട് അവർ കണ്ടെത്തിയേക്കാം. അപ്പോൾ ലിവറിന് ഡാമേജ് സംഭവിക്കാൻ ഇത്തരം ആളുകൾക്ക് വളരെ സാധ്യത കൂടുതലാണ്. Babies of the women addicted to opiates are likely to be born addicted and to suffer from withdrawal symptoms. അപ്പോൾ ഈ ഓപ്പിയേറ്റ്സ് അത് മറ്റൊരു ഡ്രഗാണ്. ഓപ്പിയേറ്റ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ കുട്ടികൾ ആർ ലൈക്ലി ടു ബി ബോൺ, ആ കുട്ടികൾ ജനിക്കാൻ സാധ്യതയുണ്ട്. അഡിക്റ്റഡ്, ആ കുട്ടികളും അഡിക്റ്റായിട്ട് തന്നെ ജനിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ടു സഫർ ഫ്രം വിത്ഡ്രോയൽ സിംറ്റംസ്, ഈ തലവേദന അതേപോലെ തന്നെ ക്ഷീണം പോലെയുള്ള വിത്ഡ്രോയൽ സിംറ്റംസ് മൂലം കഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. കൊക്കെയിൻ ആൻഡ് കൊക്കെയിനും ആംഫെറ്റമിൻസും ക്യാൻ കോസ് ഹെയർ ടു ഫാൾ ഔട്ട്, മുടി കൊഴിച്ചിലിന് കാരണമായിത്തീരുന്നു. റീസെൻറ്റ് റിസർച്ച് ഹാസ് ഇൻഡിക്കേറ്റഡ്, ഈ അടുത്ത് നടന്ന ഒരു റിസർച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ദാറ്റ് മരിജുവാന ക്യാൻ ഡാമേജ് സെൽസ്, നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകളെ നശിപ്പിക്കാൻ ഈ കഞ്ചാവിന് സാധിക്കുമെന്ന് ഈ അടുത്ത് നടന്നൊരു റിസർച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. A drug user's way of life makes him more susceptible to pneumonia, tuberculosis, malnutrition and weight loss. Susceptible എന്ന് പറഞ്ഞാൽ വെരി ലൈക്ലി ടു ബി ഹാംഡ് ഓർ അഫക്റ്റഡ് ബൈ സംതിങ്, ഒരു മോശമായിട്ടുള്ളൊരു കാര്യം ബാധിക്കാൻ സാധ്യതയുള്ള എന്നൊരു മീനിങ് ആണ്. അപ്പോൾ ഒരു ഡ്രഗ് യൂസറിൻ്റെ ജീവിതശൈലി അദ്ദേഹത്തിന് ഈ ന്യൂമോണിയ, ട്യൂബർക്ലോസിസ്, മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകാഹാരക്കുറവ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളൊക്കെ ആൻഡ് വെയിറ്റ് ലോസ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുള്ളതായിട്ട് തീർക്കുന്നുണ്ട്. ഫൈനലി അവസാനം, എൻ ഓവർ ഡോസ് ഓഫ് എനി ഓഫ് ദ സെൻഷ്വൽ ഡ്രഗ്സ്, ഏതൊരു സെൻഷ്വൽ ഡ്രഗ്സിൻ്റെയും ഓവർ ഡോസ് കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ക്യാൻ ലീഡ് ടു റെസ്പിറേറ്ററി ഓർ കാർഡിയാക് ഫെയിലർ ആൻഡ് ഡെത്ത്, നമ്മുടെ ശ്വാസപ്രക്രിയയിലും അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിലൊക്കെ തകരാറ് സംഭവിക്കാനും അവസാനം മരണത്തിലേക്ക് എത്താനും വരെ നയിക്കുന്നുണ്ട്. റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് വിത്ത് ബ്രീത്തിങ് എന്നൊരു മീനിങ് ആണ്. കാർഡിയാക് എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് വിത്ത് ഹാർട്ട്. സെൻഷ്യൽ ഡ്രഗ്സ് അഫക്റ്റ് ദ കെമിസ്ട്രി ഓഫ് ദ ബ്രെയിൻ സെൽസ്. ഈ സെൻഷ്യൽ ഡ്രഗ്സ് നമ്മുടെ ഈ ബ്രെയിനിലുള്ള സെല്ലുകളുടെ ആ ഒരു കെമിസ്ട്രിയെ ബാധിക്കുന്നുണ്ട്. സെൽ ഫങ്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ തൗസൻഡ്സ് ഓഫ് എൻസൈംസ്. ഈ നമ്മുടെ സെൽ ഫങ്ഷൻസ്, സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ ധാരാളം ആയിരക്കണക്കിന് എൻസൈംസ് മൂലമാണ് അത് നടക്കുന്നത്. ആക്ടിങ് വിത്തിൻ ഈച്ച് സെൽ, ഓരോ സെല്ലിൻ്റെ ഉള്ളിലും പ്രവർത്തിക്കുന്ന. Depending on how the cell chemistry adds up, the cell either reinforces or shifts the dominance of the cell pathways and hookups. ഈ സെല്ലുകളുടെ ഒരു കെമിസ്ട്രി എത്രത്തോളം കൂടുന്നുണ്ടോ അതിൻ്റെ മേലിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സെല്ലുകളുടെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നത്. Each exposure of the cells to psychoactive drugs somehow alters their chemistry. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ
ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇൻ എ പ്ലേസ് ഓർ സിറ്റുവേഷൻ വേർ ദർ ഇസ് നോ പ്രൊട്ടക്ഷൻ ഫ്രം സംതിങ് ഹാംഫുൾ ഓർ അൺപ്ലസൻറ്റ് എന്നൊരു മീനിങ് ആണ്. പിന്നെ സൈക്കോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അഫക്റ്റിംഗ് ദ മൈൻഡ്, മൈൻഡിനെ ബാധിക്കുന്ന. അപ്പോൾ ഈ മൈൻഡിനെ ബാധിക്കുന്ന ഡ്രഗ്സ് നമ്മുടെ സെല്ലുകളിൽ എത്തുമ്പോഴെല്ലാം അത് സെല്ലുകളുടെ കെമിസ്ട്രിയെ മാറ്റിമറിക്കുന്നുണ്ട്, അതിനെ മാറ്റുന്നുണ്ട്. ടോക്സിക് കെമിക്കൽസ്, ടോക്സിക് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നിങ് പോയ്സൺ അതല്ലെങ്കിൽ പോയ്സണസ് എന്നുള്ളൊരു മീനിങ് ആണ്. ടോക്സിക് കെമിക്കൽസ് ക്യാൻ ഈസിലി അപ്സെറ്റ് ദ ഡെലിക്കേറ്റ് കെമിക്കൽ ബാലൻസ് ഓഫ് ദ ബ്രെയിൻസ് ഇൻട്രിക്കേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിലുള്ള മറ്റൊരു വാക്ക് ഡെലിക്കേറ്റ്. ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഈസിലി ഡാമേജ്ഡ് ഓർ ബ്രോക്കൺ എന്നുള്ളൊരു മീനിങ് ആണ്. പിന്നെ ഇൻട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഹാവിങ് എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് സ്മോൾ ഡീറ്റെയിൽസ് ദാറ്റ് ഫിറ്റ് ടുഗദർ. അപ്പോൾ ഈ ടോക്സിക് കെമിക്കൽസ്, ഈ പോയ്സണസ് ആയിട്ടുള്ള കെമിക്കൽസ് ക്യാൻ ഈസിലി അപ്സെറ്റ്, പെട്ടെന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദ ഡെലിക്കേറ്റ് കെമിക്കൽ ബാലൻസ്, പെട്ടെന്ന് പൊട്ടുന്ന ഈ ഒരു കെമിക്കൽ ബാലൻസിനെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തിൻ്റെ ഡെലിക്കേറ്റ് കെമിക്കൽ ബാലൻസ്? ഓഫ് ദ ബ്രെയിൻസ് ഇൻട്രിക്കേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ തലച്ചോറിൻ്റെ വളരെ സങ്കീർണമായിട്ടുള്ള ആ ഒരു സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കെമിക്കൽ ബാലൻസിനെ, പെട്ടെന്ന് പൊട്ടുന്ന കെമിക്കൽ ബാലൻസിനെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ടോക്സിക് കെമിക്കൽസിന് സാധിക്കും. ദേ മേ ഓൾസോ ഡാമേജ് സെൽ ടിഷ്യൂ, അവകൾ ഈ സെൽ ടിഷ്യൂവിനെ ഡാമേജ് ചെയ്യുകയും ചെയ്തേക്കാം. ടോക്സിക് എഫക്ട്സ് മേ ബി ട്രാൻസിറ്ററി ഓർ പെർമനൻറ്റ്. അപ്പോൾ ഈ ഒരു ടോക്സിക് എഫക്ട്സ്, ട്രാൻസിറ്ററി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ നേരത്തേക്കുള്ളതായേക്കാം, അതല്ലെങ്കിൽ ഓർ പെർമനൻറ്റ്, അതല്ലെങ്കിൽ സ്ഥിര എന്നേക്കും ഉള്ളതുമായേക്കാം. ഡിപ്പെൻഡിങ് ഓൺ ദ സെൽ ഡാമേജ്, അതൊക്കെ ആ ഒരു സെൽ ഡാമേജിൻ്റെ മേലിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ദിസ് ആർട്ടിക്കിൾ ഫോക്കസസ് ഓൺ ദ എഫക്ട്സ് ഓഫ് ഡ്രഗ്സ് ഓൺ ദ ബ്രെയിൻ. ഈ ഒരു ആർട്ടിക്കിൾ ബ്രെയിനിന്മേലുള്ള, നമ്മുടെ തലച്ചോറിന് മുകളിലുള്ള ഡ്രഗ്സിൻ്റെ എഫക്ട്സിനെ കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ദിസ് ഈസ് നോട്ട് ടു മിനിമൈസ് ദെയർ എഫക്ട്സ് ഓൺ അതർ പാർട്സ് ഓഫ് ദി ബോഡി. അപ്പോൾ ഈ ഡ്രഗ്സ് മറ്റുള്ള നമ്മുടെ ശരീരഭാഗത്തുണ്ടാക്കി തീർക്കുന്ന എഫക്റ്റുകളെ ചെറുതാക്കി കാണിക്കാനല്ല. ഫോർ ദീസ് ക്യാൻ സംടൈംസ് ബി മോർ ഡിബിലിറ്റേറ്റിംഗ്. ഡിബിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് സംബഡീസ് ബോഡി ഓർ മൈൻഡ് വീക്കർ എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ഈ ഡ്രഗ്സ് നമ്മുടെ മറ്റുള്ള ശരീരഭാഗത്തെയായിരിക്കും കൂടുതൽ ബലഹീനമാക്കുന്നത്, കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് മറ്റുള്ള ചില ഭാഗത്തെയായിരിക്കും. ഡാമേജ് ടു ദ ബ്രെയിൻ, ഈ ബ്രെയിനിന് സംഭവിക്കുന്ന ഡാമേജ് ഹവർ ഈസ് ദ മോസ്റ്റ് സറ്റിൽ, അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാത്തതാണ്. സറ്റിൽ എന്നാണ് വായിക്കേണ്ടത്, ബി സൈലൻ്റ് ആണ്. സറ്റിൽ എന്ന് പറഞ്ഞാൽ നോട്ട് വെരി നോട്ടീസബിൾ, അത്ര ശ്രദ്ധിക്കപ്പെടാത്തതാണ്. മോസ്റ്റ് ഓഫൻ അൺറെക്കഗ്നൈസ്ഡ്, വളരെ മിക്കപ്പോഴും തിരിച്ചറിയപ്പെടാത്തതുമാണ്. ആൻഡ് ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് കോൺസിക്വൻസ് ഓഫ് ഡ്രഗ് അബ്യൂസ്, ഈ ഡ്രഗ് അബ്യൂസിൻ്റെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ള പരിണിത ഫലവുമാണ്. അപ്പോൾ ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദി ലെസൺ. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.